ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഭയപ്പെടുമ്പോൾ നമുക്ക് ധൈര്യം എവിടെ നിന്ന് ലഭിക്കും. ഭയപ്പെടുമ്പോൾ നമുക്ക് ധൈര്യം എവിടെ നിന്ന് ലഭിക്കും. അതിനായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഇബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ആണ്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ വേദഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് എന്തിനെയെങ്കിലും പേടിക്കുന്നുവെങ്കിൽ, എപ്പോഴും നമ്മൾക്ക് പേടിയുണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം നാം ദൈവത്തിൻ്റെ യഥാർത്ഥ വിശ്വാസിയല്ല. നമ്മൾ അവൻ്റെ ദാസനായി, അവൻ്റെ പുത്രനായി, പുത്രിയായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അവനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സത്യം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഉദാശകൾ അറ്റൻഡ് ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് അതിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്യണം. കുർബാന അനുഭവിക്കുന്നത് പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. അതങ്ങനെ നമ്മൾ എത്ര പേര് പൂർണ്ണ വിശുദ്ധിയോടുകൂടി കുർബാന അനുഭവിക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഭയമുണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവാശ്രയം നമ്മൾ കുറയുമ്പോഴാണ് നമുക്ക് ഭയം ഉളവാകുന്നത്. അങ്ങനെ ഭയം ഉളവാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിക്കണ്ട എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്കൊരു കാര്യം മനസ്സിലാക്കാമെന്നുള്ളത്, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൽ നിന്നും ദൂരെ മാറിയോ അപ്പോഴേക്കേയും അവർക്ക് പേടിക്കേണ്ടതായി വന്നു. എന്നാൽ എപ്പോഴൊക്കെ അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപ്പോൾ അവരെ അവൻ അനുഗ്രഹിക്കുകയും അവർക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ തിരികെ കൊണ്ടുവന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ദൈവത്തെ ആശ്രയിക്കുന്നവർ വളരെ ചുരുക്കം മാത്രമാണ്. നമുക്കൊരു കാര്യം നമുക്ക് ഇന്നത്തെ ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ ലോകത്തിലെ ഇമ്പങ്ങൾക്കനുസൃതമായ എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. എന്നാൽ ദൈവഹിതം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് വളരെ കുറവായിരിക്കും എന്ന് നാം ഏവരും കാണുന്നുണ്ട്. പണ്ടൊക്കെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റാൽ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചതിന് ശേഷം വളരെ വെടിപ്പോടുകൂടി നാം ദേവാലയത്തിലേക്ക് പോവുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, പ്രഭാത നമസ്കാരത്തിൻ്റെ സമയത്ത് ആരെങ്കിലും ദേവാലയത്തിൽ ചെല്ലുന്നുവെങ്കിൽ ശുശ്രൂഷക്കാരും വൈദികനും ഏതാനും ചില ആൾക്കാരും മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുക. വിശുദ്ധ കുർബാനയുടെ ഏതാണ്ട് പകുതി കഴിയുമ്പോഴേക്കും പള്ളി നിറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മളൊരു സിനിമാ തിയേറ്ററിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ പോകുമോ? ആ സിനിമ തുടങ്ങുന്നതിൻ്റെ സമയം കൃത്യമായി അറിഞ്ഞ് അതിന് 5 മിനിറ്റ് മുമ്പ് നമ്മൾ എത്തുകയില്ലേ? എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? ആയതിനാലാണ് നമുക്കേവർക്കും പേടിക്കേണ്ടതായ ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥത വെള്ളത്തിലേക്ക് അവൻ എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? നമുക്ക് അവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധഹൃദയമുള്ളവരായിരിക്കണം. ശുദ്ധഹൃദയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ തിരുവചനങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, അവൻ്റെ പ്രേരണയാൽ എഴുതി വച്ചിരിക്കുന്നതായ ഈ ദൈവവചനം നമ്മൾ വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി
പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒന്ന് നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ളതായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് തന്നെ കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയും അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയുകയും ചെയ്യുന്നവരായിരിക്കണം. അതായത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ്. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും അവരെ ഉപദ്രവിക്കുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആയതിനാൽ നാം ദൈവത്തിൻ്റെ പൈതലായി തീർന്നു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അവൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടല്ലോ. അതായത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നത് ഓർത്തുകൊണ്ട് കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയുവാനുള്ള ഒരു വിശ്വാസത്തോടുകൂടി നാം ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് അവനിലേക്ക് അടുത്ത് ചെല്ലാം, പ്രാർത്ഥിക്കാം. അവന് നമുക്ക് നമ്മൾ ചെയ്തതായ തെറ്റുകളൊക്കെയും ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.